ചുറ്റിനും കാണാൻ നന്നായിട്ടുണ്ട്. ബിയർ എന്നല്ലേ പറഞ്ഞത്? കുടമൊക്കെ വെച്ചേക്കുന്നത് എന്താ, കള്ളാണോ? അല്ലല്ല, ബിയർ തന്നെയാട്ടാ. ഞാൻ കുറച്ചേ ഒഴിക്കുന്നില്ല കേട്ടോ, ബാക്കി ഇതിൽ തന്നെ ഉണ്ട്. ചേട്ടാ, ഇത് ഏത് പാട്ടാ? പാട്ടോ? ഇപ്പൊ പാടിയില്ലേ? ഞാൻ പാടിയോ? നല്ല പാട്ടായിരുന്നു. ഒന്നുകൂടെ മൂളിയെ, ഞാനിപ്പോ കണ്ടുപിടിക്കാം. ഏത് പാട്ട്? ഒന്ന് പോയേട്ടാ. പോയി. ഏത് പാട്ടാന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്റെ തലമണ്ട പൊട്ടി തെറിക്കും. എവിടെ വരെ എത്തി, പക്ഷെ കിട്ടുന്നില്ല. ശരി, കിട്ടും. ചേട്ടാ കുടിക്ക്. ചിയേഴ്സ്. ചിയേഴ്സ്. ചേട്ടൻ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ലല്ലേ ഇത്ര വർഷം കഴിഞ്ഞ് എന്റെ കൂടെ ഇങ്ങനെ ആകാശം നോക്കിയിരുന്ന് ബിയറും അടിച്ചുകൊണ്ട് ഈ നേരത്തൊക്കെ ബസ്സിൽ മോഹം വീർപ്പിച്ച് പോകേണ്ട ആളാ. അതെ അതെ, താങ്ക്സ്. അതൊക്കെ എന്തിനാട്ടാ, ചേട്ടൻ ഇങ്ങോട്ട് വന്നതൊക്കെ എന്റെ ഒരു ഭാഗ്യ. ദേ മുറുക്ക് കഴിച്ചോ കേട്ടാ, നന്ദിനി ഉണ്ടാക്കിയതാ. നന്നായിട്ടുണ്ട്. ഭുവനെയാണോ? എന്നാ ഫോൺ എടുത്ത് സംസാരിക്കേട്ടാ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. കുടുങ്ങാണെങ്കിലും ഞാനേ കൊടുക്കത്തുള്ളൂ. ചേട്ടൻ സേഫാ. നീ എന്താ പറഞ്ഞേ? എന്താന്ന് പറ, എന്നല്ലേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ. എന്താ പറഞ്ഞ എനിക്കൊരു ഓർമ്മയില്ല. തോന്നിയതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അതവൾക്ക് മനസ്സിലാകുമ്പോഴേക്കും കല്യാണം തന്നെ കഴിയും. എപ്പോഴാ ഇതൊക്കെ സംസാരിച്ച്? ചേട്ടൻ കുളിക്കുമ്പോ മഗ് താഴെ ഇട്ടില്ലേ, അപ്പൊ. നല്ല അടിപൊളി വീട്. ഇത് നീ ജനിച്ചു വളർന്ന വീടാണോ? ഇതോ? ആ. ഒന്ന് പോയേട്ടാ. ഞാൻ ജനിച്ച വീട്ടിലൊക്കെ കിടന്നാലേ തലയും കാലും ചുവരിൽ മുട്ടും. വളരെ ചെറുതായിരുന്നു. ഇതെന്റെ അമ്മായിയച്ഛന്റെ വീടാ, അവളുടെ മുത്തശ്ശൻ പണിത്. ഓ. ചേട്ടന്റെ കഥ പോലെ തന്നെ എന്റെ ഭാര്യയുടെ കൂടെ ജനിച്ച ഒരു 2 പേരാ. ഒരു ചേച്ചി, ഒരു ചേട്ടൻ, പിന്നെ ഇവളെയും കൂടെ കൂട്ടിയ 3 പേര്. അമ്മായിയച്ഛൻ മരിച്ചപ്പോ സ്വത്ത് ഭാഗം വെക്കണമെന്ന് അവരൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവർ 2 പേരും കൂടി ഇത് നിനക്ക് അത് എനിക്ക് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവള് മാത്രം ഇത് അച്ഛനും അമ്മയൊക്കെ ജീവിച്ച വീടാണ്, വിൽക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഓരോരുത്തർ ആർക്കും കേൾക്കാത്ത പോലെ ഇരുന്ന് കരയായിരുന്നു. എനിക്കത് കണ്ടിട്ട് നല്ല സങ്കടമായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വീട് എന്ത് വിലയ്ക്ക് പോകുന്ന അന്വേഷിച്ചു. എന്തൊക്കെയോ ചെയ്ത് കാശ് റെഡിയാക്കി. അവർ 2 പേർക്ക് അവരുടെ പങ്ക് കൊടുത്തയച്ചിട്ട് ഇവളുടെ പേരിൽ വീടങ്ങ് രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ ഇത് അവളുടെ വീടാ. ഇവിടെ വന്നതിന് ശേഷം എല്ലാം നല്ലതും സംഭവിച്ചത്. അവളെ ഇപ്പൊ ഗർഭിണിയാ. ഓ, കൺഗ്രാചുലേഷൻസ്. ഇത്രയും ദിവസം ഗർഭം നിന്നില്ല. ഇപ്പൊ 3 മാസേ ആയിട്ടുള്ളൂ. ഡോക്ടർ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോലും കൂട്ടിക്കൊണ്ടുവരാത്തത്. നല്ല ഭാഗ്യമുള്ള വീടാ. ഇതറിഞ്ഞിരുന്നേ കാണുമ്പോ തന്നെ വിഷ് ചെയ്യുമായിരുന്നല്ലോ. ശ്രദ്ധിച്ചില്ല. അതിനിപ്പോ എന്താ ഏട്ടാ, 3 മാസമല്ലേ ആയിട്ടുള്ളൂ. പുറത്തേക്ക് വലുതായിട്ട് അറിയില്ല. വയറ് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. பொன்மணி மேகலையாடுதே, உன் விழிதானிடம் தேடுதே. பெண்ணுடல் பார்த்ததும் நானுதே, இன்பத்தில் வேதனையானதே. என்னத்தான் என்னத்தான் உன்னை எண்ணித்தான், ஊடல் மின்னத்தான், வேதனை பின்னத்தான், சொல்லித்தான் நெஞ்சை கிள்ளித்தான், என்னை சொர்க்கத்தில் தேவனும் சோதித்தான். மோகந்தான் சிந்தும் தேகம்தான், ராகத்தில் நான் நிற்க ஆனந்தம்தான். இந்த மான் കൊന്നു കളഞ്ഞു. ഇതോടെ ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. ഇന്ന് കല്യാണത്തിൽ ചേട്ടനിട്ടുണ്ടായിരുന്ന ഷർട്ടില്ലേ, അടിപൊളിയാ. ചേട്ടന്റെ ഗ്ലാമറിന് കാണാൻ ഹീറോ പോലെയായിരുന്നു. മോനെ വാങ്ങിച്ചു തന്നതാ? അറിയാം. അവളുടെ സെലക്ഷൻ തന്നെയാ. പക്ഷെ ആ ഷർട്ട് ഞാനാണ് ചേട്ടന് കൊറിയർ അയച്ചത്. അതെയോ? നീ ഇട്ടിരുന്ന ഷർട്ട് നന്നായിരുന്നു. ഒന്ന് പോട്ടാ, ചുമ്മാ ഞാൻ പറഞ്ഞെന്ന് വെച്ച് പറയല്ലേ. വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും കള്ളം പറയോ? സത്യമായിട്ട് നന്നായിരുന്നു.
അത് ശരിയാ. കുഞ്ഞു പ്രായം തൊട്ടേ പുതിയ ഷർട്ട് എന്ന് വെച്ചാൽ ഒരിതാ, അതിന്റെ ഒരു മണമുണ്ടല്ലോ. അതെ, ഞാൻ സമ്പാദിക്കാൻ തുടങ്ങുന്നവരെ ഞാൻ പുതിയ ഷർട്ട് ഇട്ടിട്ടേ ഇല്ല ഏട്ടാ. ആരെങ്കിലും പഴയത് തരുമ്പോ അതങ്ങ് എടുത്തിടും. കാലിലിടാൻ ചെരുപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് ബന്ധുക്കാരും ഞങ്ങൾ അത്ര അടുപ്പിക്കൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷെ വലുതായിട്ട് മൈൻഡ് ചെയ്യൊന്നുമില്ല. അവരുടെ മക്കളുടെ ഒപ്പം ചേർന്ന് കളിക്കാനും സമ്മതിക്കില്ല. എന്റെ അച്ഛൻ എവിടെയെങ്കിലും റോട്ടിൽ വെച്ച് കണ്ടാൽ പോലും കാണാത്ത മട്ടി പോകും അവര്. ആ പ്രായത്തിൽ അതൊക്കെ എനിക്ക് എന്ത് സങ്കടാവുന്നറിയോ. ആരെയും കുറ്റം പറയാനൊന്നുമില്ല, എല്ലാരും നല്ലവരൊക്കെ തന്നെയാ. എല്ലാം ഈ കറമ്മം പിടിച്ച കാശിന്റെ കളികളാ. പക്ഷെ ചേട്ടന്റെ അച്ഛൻ അങ്ങനെയല്ലോ. ചെറുപ്പം തൊട്ടേ എനിക്ക് പുള്ളി ഒത്തിരി ഇഷ്ടമാ. നരുന്ത് പയ്യൻ, എന്നെ പോലും വാടോ പോടോ എന്നാ വിളിക്കുക. അങ്ങേര് മാത്രമല്ല, അമ്മയും മാമനും സൊക്കു വല്യച്ഛനും ഭുവനെയും വല്യേട്ടനും നിങ്ങളെല്ലാവരും ഒരേപോലെ തന്നെയാ. കാശിനൊരു വലിയ കാര്യമായിട്ട് കരുതാത്തവരാ, മനസ്സറിഞ്ഞ് സംസാരിക്കുന്നവര്. നിങ്ങളെയൊക്കെ കണ്ടിട്ടാ എനിക്ക് എല്ലാരും വേണമെന്ന് തോന്നിയത്. എന്റെ ഏട്ടാ, ഇവിടെ ഒന്നും പാമ്പ് വരില്ല. നിനക്ക് പേടിയില്ല, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയും. വീട്ടിൽ ആടിനെയും പശുവിനെയും ഒക്കെ വളർത്തും, ഇതുപോലെ പാമ്പിനെ വളർത്തുവോ? അയ്യോ ചേട്ടാ, ഞാൻ വളർത്തുന്നൊന്നുമല്ല. ഞാനും എന്റെ ഭാര്യ ഇവിടെ ഉള്ളത് പോലെയാ അവറ്റകളും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരാ സീനിയർ, ഒരുപാട് വർഷങ്ങളായിരിക്കുന്നു. സീനിയറോ? അവിടെ പോടാ അവിടുന്ന്. ശരി, അതൊക്കെ പോട്ടെ. ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു റാലേ സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ, ചേട്ടന് ഓർമ്മയുണ്ടോ? എന്നിട്ട് ചേട്ടൻ ഒരു TVS സ്റ്റാമ്പ് വാങ്ങിച്ചു, നീല കളർ. അതിനുശേഷം ആ സൈക്കിളിന് എന്തായെന്നറിയോ? എനിക്ക് TVS സ്റ്റാമ്പിന് എന്ത് പറ്റിയെന്നേ അറിയില്ല. ശരി, ഇത് ഓർമ്മയുണ്ടോ എന്ന് നോക്ക്. അതിന്റെ പുറകത്തെ മഡ്ഗാർഡിലെ അണ്ടർടേക്കർ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അതെ. അതെന്താന്ന് വെച്ചാ കുറച്ചായിട്ട് പൈസ ചേർത്ത് വെച്ച് നമ്മുടെ അമുദ ഫാൻസിൽ നിന്ന് വാങ്ങിച്ചതാ. WWF അണ്ടർടേക്കർ. ആ പ്രശ്നത്തിന് ശേഷം ചേട്ടൻ നാട് വിട്ടു പോകുമ്പോ വീട്ടിലുള്ള ഒരു സാധനം വിടാതെ എല്ലാം ചേട്ടൻ എടുത്തോണ്ട് പോയി. ഈ സൈക്കിളിന്റെ കാര്യത്തിൽ ചേട്ടൻ എന്ത് വിചാരിച്ചു എന്നറിയില്ല. അപ്പൊ എത്രയൊക്കെ വിഷമം ഉണ്ടായിട്ടും ഈ സൈക്കിൾ ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുത്തേക്കെന്ന് ചേട്ടന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ചേട്ടന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞായിരുന്നോ? അല്ലാതെ അതും കൊണ്ട് ഞാൻ എവിടെ പോകാനാ? അപ്പോഴേ അതിന് 7-8 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഉജാല വണ്ടി ഓടിച്ചോണ്ടിരുന്ന എനിക്ക് പുതിയതാണെങ്കിൽ എന്താ പഴയതാണെങ്കിൽ എന്താ സൈക്കിള് കിട്ടാൻ പോവാന്ന് അറിഞ്ഞ ഉടനെ അന്ന് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയില്ല. ഒറ്റ വിചാരമായിരുന്നു, അടുത്ത ദിവസം രാവിലെ സൈക്കിൾ എടുത്തോണ്ട് വരാൻ ഞാനും വരുന്നു വാശി പിടിച്ചു എന്റെ അച്ഛന്റെ അടുത്ത്. അതൊന്നും വേണ്ട, നീ സ്കൂളിൽ പോയിക്കോ, ഞാൻ തഞ്ചാവൂരിൽ പോയി സൈക്കിൾ എടുത്തിട്ട് ഒന്ന് നേരെയാക്കിട്ട് ഓയിലൊക്കെ ഇട്ട് കൊണ്ടുവരാന്ന് എന്നെ പറഞ്ഞയച്ചു. അന്ന് മുഴുവൻ സ്കൂളില് എനിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സൈക്കിൾ എന്ത് കളറായിരിക്കും, എങ്ങനെ ഉണ്ടാവും, എനിക്ക് ഓടിക്കാൻ കഴിയുമോ എന്ന് എന്തൊക്കെയോ